ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു JBLൻ്റെ ഹെഡ്ഫോണുമായിട്ടാണ്. നമ്മൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ഹെഡ്ഫോണിൻ്റെ ക്ലോൺ മോഡലാണിത്. മോഡൽ വരുന്നത് ട്യൂൺ B39 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. സാധാരണയായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു എയർപോഡ്സ് ആണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം ഒരു 800 റുപ്പീസ് മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഈ JBLൻ്റെ ആയിക്കോട്ടെ, വേറെ ബോട്ട്സിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ പല ടൈപ്പ് ഹെഡ്ഫോൺസ് പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ബാക്കിയുള്ള ഓൺലൈൻ സ്റ്റോറുകളിലായാലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം. ചിലർക്ക് ഇത് വെക്കുന്ന ടൈമിൽ ചെവി നന്നായിട്ട് പെയിൻ ഉണ്ടാവുക, ചെവി വേർക്കുക, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കി ഇങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയിലേക്ക് മാറുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു കുറഞ്ഞ ഹെഡ്ഫോൺ വാങ്ങി യൂസ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഏറെ ഇതിൻ്റെ ആരെങ്കിലും ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യാമെന്ന് കരുതി. നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. നമ്മൾ ആദ്യം തന്നെ ബോക്സിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ മേലെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സ്പെസിഫിക്കേഷനൊന്നും വല്ലാതെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ക്ലോൺ മോഡലാണ്. അല്ലാതെ OGക്ക് ഉണ്ടാകുന്ന അതേ സ്പെസിഫിക്കേഷനും ക്വാളിറ്റിയൊന്നും എങ്ങനെയാലും ഇതിനുണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഏറെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നേരത്തെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ്, അതിൻ്റെ അകത്തായിട്ട് മറ്റൊരു കേസ്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ അത് റീപാക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചതാണ്. പാക്കിനകത്ത് ഇങ്ങനെ നെക്സ്റ്റ് ഒരു പാക്കിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പാക്കിംഗ് തന്നെയാണ്. കാർഡ്ബോർഡിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്താണ് നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺ വരുന്നത്. ഏകദേശം ഇങ്ങനെയുള്ളൊരു ബബിൾ കവറ് നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ സാധനത്തിൽ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്തിട്ടാണ് അവരിതിൽ വെച്ചിട്ടുള്ളത്. നമുക്കിത് നിവർത്തി നോക്കാം. നിവർത്തി നോക്കി യൂസ് ചെയ്ത ടൈമിലൊന്നും എനിക്കിതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഈ ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ വിട്ടു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തെന്നായാലും നമുക്കിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പ് വരുന്നത്. JBLന് സൈഡിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു നെക്സ്റ്റ് പ്ലെയിൻ പോസ് എന്ന് തോന്നുന്നു. നെക്സ്റ്റ് പ്രീവിയസ് ഒരു കോൾ എടുക്കാനുള്ളത്, കട്ട് ചെയ്യാനുള്ളത്, മോഡ് ചേഞ്ച് ചെയ്യാനുള്ളത്, ഓൺ ആക്കാനുള്ളത്, ഇങ്ങനെ ഇത്രയും സ്വിച്ചുകളാണ് ഇതിൽ വരുന്നത്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ആയി. ബ്ലൂടൂത്ത് മോഡ് നമുക്കിതിൽ പറയണേക്കാം. നമുക്ക് മോഡ് മാറ്റാനാണെങ്കിൽ പിന്നെ FM മോഡും ബ്ലൂടൂത്ത് മോഡ്, പിന്നെ TF SD കാർഡ് ഇടുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അതിലുള്ള സോങ്സ് പ്ലേ ആണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് JBLൻ്റെ ബ്രാൻഡിങ് വരുന്നതിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലും ഒരു RGB റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടുപേരെ ടൈമിൽ. പിന്നെ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയ ടൈമിൽ എനിക്ക് വളരെ നല്ലതായിട്ടുള്ളൊരു ക്വാളിറ്റി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രൈസ് കുറഞ്ഞത് കൊണ്ടാവാം ഇത് അത്ര നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സൗണ്ട് ക്വാളിറ്റി ആയാലും ബാക്കി കാര്യങ്ങളായാലും ഒക്കെ വളരെ കുറവാണ്. അടുത്തായി നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡിലായാലും ആപ്പിളിലായാലും നമുക്കിത് പെയർ ചെയ്യാനോ കണക്ട് ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനത് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് ഇതിലേതായാലും JBL അല്ല ഇതിൻ്റെ പേര് കാണിക്കുക. ജസ്റ്റ് ഒരു കോപ്പി മോഡലായതുകൊണ്ട് തന്നെ പേര് വേറെ എന്തോ ഒരു B6 അങ്ങനത്തെ ഒരു നെയിമാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. നെയിം കാണിക്കുക B39 എന്നാണ് ഇതിൻ്റെ പേര് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ OG ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ മദർ ബോർഡിന് വരുന്ന നമ്പർ, അതായത് ഇതിൻ്റെ കോഡ് അതാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് B39 ആണ് കാണിച്ചിട്ടുള്ളത്. ഓൾറെഡി കണക്ട് ചെയ്തു. ഇനി നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. നമ്മൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് അത്യാവശ്യം പുറത്തേക്ക് കേൾക്കുന്ന ഒരു പ്രശ്നം ഇതിനുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പാട്ട് വെച്ച് കേൾപ്പിച്ചു തരാം. ഇത് സൗണ്ട് നമ്മളിത് ചെവിയിൽ വെക്കുന്ന ടൈമിൽ രണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ പുറത്തേക്ക് കേൾക്കില്ലെങ്കിലും എന്നാലും സൗണ്ട് കുറച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നില്ല ഇത്. എനിക്ക് തോന്നുന്നത് ഈ റേറ്റിൽ വരുന്ന ഏകദേശം ഒരു 700, 800, 1000 രൂപയുടെ താഴെയായിട്ടൊക്കെ അടിപൊളി പാക്കിങ്ങിലൊക്കെ വരുന്ന ഹെഡ്ഫോണുകൾ പല ഓഫ്ലൈൻ ഇൻസ്റ്റാഗ്രാം പേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഏകദേശം
ഇത്ര ക്വാളിറ്റിയേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എനിക്ക് ആക്ച്വലി അറിയില്ല. ചിലപ്പം ഞാൻ ഈ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഈ റേഞ്ചിൽ തന്നെ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതൊന്ന് നിങ്ങളൊരു ഓഫ്ലൈൻ സ്റ്റോറിനെ ആശ്രയിക്കുന്നതായിരിക്കും നന്നാവുക. അതാകുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് നേരിട്ട് ചെക്ക് ചെയ്ത് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നിങ്ങളൊരു കുറഞ്ഞ റേറ്റിൽ ഹെഡ്ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടുവച്ചിട്ട് മാത്രം ഹെഡ്ഫോൺ വാങ്ങുക. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ താങ്ക് യു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്കാം.